ഹൃദയവും വഹിച്ചുള്ള വാഹനം അത് പുറപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. വാഹനം പുറപ്പെടാൻ തയ്യാറാവുകയാണ് എന്ന് തോന്നുന്നു. കിംസ് ആശുപത്രിയിൽ നിന്നാണ് ഹൃദയവുമായുള്ള വാഹനം പുറപ്പെടുന്ന. ആംബുലൻസ് ചാക്കയിലൂടെ വിമാനത്താവളത്തിലേക്ക് എത്തും. അതിനുശേഷം അവിടെ നിന്ന് ഹെലികോപ്റ്റർ മാർഗം എയർ ആംബുലൻസ് അതിനായി തയ്യാറായിട്ടുണ്ട്. എയർ ആംബുലൻസിലാണ് കൊച്ചിയിലേക്ക് എത്തിക്കുന്നത്. വീണ്ടും ഗതാഗതം ഉണ്ടാകുന്ന റോഡ് മാർഗം തന്നെയാണ് കൊച്ചി ലിസി ആശുപത്രിയിലേക്ക് ഹൃദയം കൊണ്ടുവരും എന്നുള്ളതാണ്. എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ റോഡിൽ ഗതാഗത തടസ്സം ഉണ്ടാകാതിരിക്കാനൊക്കെയുള്ള നിർദ്ദേശങ്ങളും ഇതിനു മുൻപ് ഇത്തരം ഘട്ടങ്ങളിൽ നൽകിയതുപോലെ തന്നെ നിർദ്ദേശങ്ങളൊക്കെ ഇപ്പോഴും നൽകിയിട്ടുണ്ട് എന്നതാണ്. 6 അവയവങ്ങളാണ് ഐസക് ജോർജിൻ്റേത് വിവിധ ആളുകൾക്ക് പുതുജീവൻ നൽകാൻ പോകുന്നത്. MG പ്രതീഷ് തുടരുന്നുണ്ട്. പ്രതീഷ്, ഇങ്ങനെ അവിടെ നിന്ന് ഹൃദയവും വഹിച്ചുകൊണ്ടുള്ള വാഹനം പുറപ്പെടാറായി എന്ന് തോന്നുന്നു. തന്നെ കിംസ് ആശുപത്രിയിൽ നിന്ന് ആംബുലൻസ് പുറപ്പെടുമെന്നതാണ് ഇവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. ഈ ശസ്ത്രക്രിയ ഉൾപ്പെടെ നേരത്തെ പൂർത്തിയായിരുന്നു. ഹൃദയമാണ് ആദ്യം ഇവിടെ നിന്ന് മാറ്റുന്നത്. ഈ തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ നിന്ന് കൊച്ചി ലിസി ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ഈ ആംബുലൻസ് കൊണ്ടുപോകുന്നതിനായി സജ്ജീകരിച്ചിരിക്കുന്ന ക്രമീകരണങ്ങളാണ്. പോലീസ് അകമ്പടിയോടുകൂടിയാണ് ഈ ആംബുലൻസ് പോകുന്നത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ലിസി ആശുപത്രിയിൽ തന്നെ ഈ ആംബുലൻസിലാണ് ഈ കിംസിൽ നിന്ന് ഈ വിമാനത്താവളത്തിലേക്ക് ഈ ഹൃദയം കൊണ്ടുപോകുന്നത്. ഇതിനോടകം തന്നെ വിമാനത്താവളത്തിൽ ഹെലികോപ്റ്റർ സജ്ജമായി കഴിഞ്ഞു. ഏകദേശം 5-6 കിലോമീറ്റർ ദൂരമാണ് കിംസിൽ നിന്ന് ഈ വിമാനത്താവളത്തിലേക്കുള്ളത്. വളരെ പെട്ടെന്ന് തന്നെ ഈ ആംബുലൻസ് അവിടെ എത്താൻ കഴിയുന്ന തരത്തിൽ സജ്ജീകരണം ചെയ്തിട്ടുണ്ട്. കാരണം ട്രാഫിക് ഒക്കെ തന്നെ നേരത്തെ തന്നെ നിയന്ത്രിച്ചിട്ടുണ്ട് എന്നതാണ് പോലീസ് അറിയിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരു 5-6 മിനിറ്റിനുള്ളിൽ തന്നെ കിംസിൽ നിന്ന് ഈ വിമാനത്താവളത്തിൽ ആംബുലൻസ് എത്തുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 4 ഡോക്ടർമാർ ഈ ആംബുലൻസിനൊപ്പം ഉണ്ടാകും. അത് ഈ ശസ്ത്രക്രിയയ്ക്കൊപ്പം ഉണ്ടായിരുന്ന ഡോക്ടർമാരാണ് പ്രധാനമായും ഈ അനുഗമിക്കുന്നത്. ഈ ഉച്ചയ്ക്ക് 2 മണിക്ക് മുമ്പ് തന്നെ കൊച്ചി ഹയാത്തിൽ ഈ ഹെലികോപ്റ്റർ എത്തുമെന്നതാണ് അറിയിച്ചിരിക്കുന്നത്. അവിടെ കിംസ് ആശുപത്രിയിൽ നിന്ന്, തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ നിന്ന് ഒരു പ്രതികരണം കൂടി വിഷയത്തിൽ വരുന്നത്, ഹെലികോപ്റ്റർ വഴി അവയവം കൈമാറുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും തയ്യാറാക്കി ആണ് എന്നതാണ്. ADGP S. ശ്രീജിത്താണ് 24-നെ ഇക്കാര്യം അറിയിച്ചത്. ഹാർവെസ്റ്റിംഗ് കഴിഞ്ഞ് 4 മണിക്കൂറിൽ ട്രാൻസ്പ്ലാന്റ് നടത്തണം. റോഡിൽ പൊതുജനങ്ങളും സഹകരിക്കണമെന്നും ADGP S. ശ്രീജിത്ത് ആവശ്യപ്പെട്ടു. 4 മണിക്കൂറിനകത്ത് ട്രാൻസ്പ്ലാന്റ് നടക്കണം. അപ്പോൾ അതിന് നമ്മുടെ ഹെലികോപ്റ്റർ വഴി അല്ലാതെ വേറെ സംവിധാനം ഇവിടുന്ന് എറണാകുളം വരെ എത്തിക്കാനായിട്ടില്ല. ഇപ്പോൾ കിംസിൽ ഇപ്പോൾ ഹാർവെസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരുവനന്തപുരം കമ്മീഷണറും എറണാകുളം സിറ്റി കമ്മീഷണറും ഇതിനുവേണ്ടി ജാഗരൂകരായിട്ട് ട്രാഫിക് അറേഞ്ച്മെൻറ്റ്സ് വേണ്ടി നിൽപ്പുണ്ട്. ഹെലികോപ്റ്റർ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇന്നലെ രാത്രി ഒരു 11:30യോടെയാണ് നമുക്ക് ഇതിൻ്റെ ആവശ്യം കിട്ടിയത്. അപ്പോൾ രാത്രി തന്നെ നമ്മൾ പറഞ്ഞ് നമ്മുടെ ചോപ്പർ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. അപ്പം ബാക്കി എല്ലാ അനുകൂലം വെച്ചാൽ വെതറും മറ്റ് കാലാവസ്ഥയൊക്കെ അനുകൂലമാവുന്നതനുസരിച്ചിട്ട് എത്രയും പെട്ടെന്ന് ടേക്ക് ഓഫ് ചെയ്തിട്ട് അവിടെ എത്തുകയും ഈ ഒരു എന്താ പറയുക ജീവസന്ധാരണത്തിനും ഒരു ജീവൻ നിലനിർത്താനുമായിട്ടുള്ള ഒരു വഴിയാണ്. അതിന് തീർച്ചയായിട്ടും പോലീസ് ഭാഗമാക്കാവുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. പ്രത്യേകമായിട്ട് നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ ഹാർവെസ്റ്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഒരു 8 മിനിറ്റിനകത്ത് ഹെലിപാഡിൽ ഈ ഓർഗനും അതിൻ്റെ ആൾക്കാരും എത്തും. അതുപോലെ തന്നെ അവിടുന്ന് 6 മിനിറ്റാണ് സമയം കണക്കാക്കിയിരിക്കുന്നത്. ഹയാത്തിലാണ് ലാൻഡ് ചെയ്യുന്നത്. അപ്പോൾ അവിടുന്ന് ലിസി ഹോസ്പിറ്റലിലേക്കാണ് ഓർഗൻ എത്തുന്നത്. ഇവിടെ കിംസിൽ നിന്നാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അത് രണ്ടും സുഗമമാക്കാൻ വേണ്ടി നമ്മുടെ പോലീസിൻ്റെ ബന്ദോബസ്ത് അവിടെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഉള്ള കാര്യങ്ങളിൽ വളരെ എന്താ പറയുക ഒരു ജാഗ്രതയോടുകൂടി പോലീസ് നിൽക്കുകയും ഈ അവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള സമയം തീർത്തും താമസമില്ലാതെ തന്നെ ഈ സർജറിക്കുള്ള ഏർപ്പാട് ചെയ്യാനായിട്ടുള്ള പോലീസ് ബന്ദോബസ്ത് ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അവയവം കൈമാറുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും തയ്യാറാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ADGP S. ശ്രീജിത്ത് 24-നോട് പറഞ്ഞത്. MG പ്രതീഷ് തുടരുന്നുണ്ട്. പ്രതീഷ്, ഇപ്പോൾ ADGP ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ഇതിൽ കൃത്യമായി സമയക്രമം പാലിച്ചുകൊണ്ട് തന്നെ വേണം മുന്നോട്ട് പോകാൻ. അതിനായൊക്കെയുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർണ്ണമാണെന്ന് അദ്ദേഹം പറയുന്നു. എപ്പോഴാണ് വാഹനം പുറപ്പെടുന്നത് കിംസ് ആശുപത്രിയിൽ നിന്ന്? അനുജ, ADGP നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ശസ്ത്രക്രിയ കഴിഞ്ഞ് ഈ 4 മണിക്കൂറിനുള്ളിൽ തന്നെ ഹൃദയമാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തണം. അതുകൊണ്ടാണ് എയർ ആംബുലൻസിന്റെ സഹായം തന്നെ കേസോട്ടോയും ആശുപത്രി അധികൃതരും തേടിയിട്ടുള്ളത്. അല്പസമയത്തിനകം തന്നെ ഇപ്പോൾ ഈ ഹൃദയവുമായി ഇവിടെ നിന്ന് ആംബുലൻസ് പുറപ്പെടുമെന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഈ നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. ഇനി ഈ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഈ ഹൃദയം ആംബുലൻസ് പാർക്ക് ചെയ്തിരിക്കുന്ന ഇവിടെ എത്തേണ്ട ഒരു സമയം മാത്രമേ ഉള്ളൂ. വളരെ
വളരെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഇവിടെ എത്തും. ഏകദേശം 6 മിനിറ്റ്, പരമാവധി 6 മിനിറ്റിനുള്ളിൽ തന്നെ ആംബുലൻസ് കിംസ് ആശുപത്രിയിൽ നിന്ന് വിമാനത്താവളത്തിൽ എത്തുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ലിസി ആശുപത്രിയിലെ തന്നെ ആംബുലൻസിലാണ് ഇവിടെ നിന്ന് ഹൃദയവുമായി പോകുന്നത്. പോലീസിന്റെ തന്നെ ഒരു ഡ്രൈവറാണ് ഈ ആംബുലൻസ് ഓടിക്കുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. പോലീസ് ഉൾപ്പെടെ ഇതിനോടകം തന്നെ ഈ പോകുന്ന വഴികളിൽ ഗതാഗതം ക്രമീകരിച്ചിട്ടുണ്ട്. ഈ കിംസ് ആശുപത്രിയിൽ നിന്ന് പ്രധാന റോഡ് വഴി, ഹൈവേ വഴിയാണ് വിമാനത്താവളത്തിലേക്ക് പോകുന്നത്. ചാക്ക വഴി ഡൊമസ്റ്റിക് വിമാനം താവളത്തിൽ ടെർമിനൽ 1 ഈ എയർ ആംബുലൻസ് ക്രമീകരിച്ചിരിക്കുന്നത്. 6 മിനിറ്റിനുള്ളിൽ തന്നെ ഇവിടെ നിന്ന് ആംബുലൻസ് അവിടെ എത്തും. വളരെ പെട്ടെന്ന് തന്നെ ഈ ഹൃദയവുമായി ആംബുലൻസ് തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 33-കാരൻ ഐസക് ജോർജിന്റെ ഹൃദയമാണ് ഈ ലിസി ആശുപത്രിയിൽ എത്തിക്കുന്നത്. അങ്കമാലി സ്വദേശിയായ 28-കാരനിലാണ് ഈ ഹൃദയം വച്ചുപിടിപ്പിക്കേണ്ടത്. 4 പ്രധാനപ്പെട്ട 4 ഡോക്ടർമാരാണ് ഈ യാത്രയിൽ അനുഗമിക്കുന്നത്. അത് ഡോക്ടർ ജേക്കബ് എബ്രഹാം, ഒപ്പം ഡോക്ടർ ജോ ജോസഫ്, ഡോക്ടർ ജീവേഷ് തോമസ്, ഡോക്ടർ ശ്രീശങ്കർ. ഈ 4 ഡോക്ടർമാരാണ് ഈ യാത്രയിൽ ഒപ്പമുണ്ടാകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ യാത്രയിലുടനീളം വേണ്ട മുൻകരുതൽ നടപടികൾ എല്ലാം തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. ഈ ഹൃദയവും കൊണ്ടുപോകുന്നതിനുള്ള പ്രിസർവേറ്റീവ്സ് അടക്കം ഈ നേരത്തെ ഈ SAT ആശുപത്രിയിൽ നിന്ന് കിംസ് ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. പ്രത്യേക ബോക്സിലാണ് ഈ അവയവം ഈ എയർ ആംബുലൻസ് ചെയ്ത ഈ ലിസി ആശുപത്രിയിൽ എത്തിക്കുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ശസ്ത്രക്രിയ നടത്താനുള്ള എല്ലാ ക്രമീകരണങ്ങളും കൊച്ചിയിലും ചെയ്തിട്ടുണ്ട്. നിലവിൽ 6 അവയവങ്ങളാണ് ഈ ദാനം ചെയ്തിട്ടുള്ളത്. അതിൽ ഹൃദയമാണ് ആദ്യം ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത്. തുടർന്ന് 2 അവയവങ്ങൾ കിംസ് ആശുപത്രിയിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഐസക് ജോർജിന്റെ കരളും ഒരു വൃക്കയും കിംസ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന രോഗിക്കാണ് നൽകുന്നത്. ഒരു വൃക്ക തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിക്കും കൈമാറും. 2 കോർണിയ തിരുവനന്തപുരത്തെ ഗവൺമെന്റ് കണ്ണാശുപത്രിയിലാണ് നൽകുന്നത്. അങ്ങനെ 6 പേർക്കാണ് ഐസക് ജോർജിന്റെ വളരെ വേദനയുണ്ടാക്കിയ മരണത്തിലൂടെ എങ്കിലും പുതുജീവൻ ലഭിക്കുന്നത്. വളരെ നേരത്തെ ഈ ഐസക് ജോർജിന്റെ വീട്ടിൽ നിന്നുള്ള പ്രതികരണങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. വലിയ ദുഃഖത്തിലാണ് ഐസക് ജോർജിന്റെ കുടുംബവും കൂട്ടുകാരും ഒക്കെ തന്നെ. പ്രകൃതിയെ അത്രത്തോളം സ്നേഹിച്ച ഒരു വ്യക്തിയായിരുന്നു. വളരെ എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. ആ ഐസക് ജോർജിന്റെ ആഗ്രഹപ്രകാരം ഐസക് ജോർജ് ആഗ്രഹിച്ചതുപോലെ മരണാനന്തര അവയവദാനത്തിലൂടെ തൻ്റെ അവയവം കൊണ്ട് മറ്റൊരാൾക്ക് കൂടി ഒരു പുതുജീവൻ ലഭിക്കുന്നു എന്നുള്ള ഒരു സന്തോഷം, ഒരു അഭിമാന നിമിഷം കൂടി മറ്റൊരു തലത്തിൽ ചിന്തിച്ചാൽ ഐസക് ജോർജിന്റെ കുടുംബത്തിനും കൂട്ടുകാർക്കും ഈ ഐസക് ജോർജിനെ ഇതുവരെ ചികിത്സിച്ച കിംസിലെ ഡോക്ടർമാർക്കും എല്ലാം തന്നെയുണ്ട്. ആ ഒരു മുഹൂർത്തം, ഒരു അഭിമാന നിമിഷം കൂടിയാണ് ആ നിമിഷത്തിന് കൂടിയാണ് നമ്മൾ സാക്ഷിയാകുന്നത്. അതിനായി വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഒരുക്കങ്ങളും എല്ലാം തന്നെ എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് നടത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ അല്പസമയത്തിനകം തന്നെ ആംബുലൻസ് ഇവിടെ നിന്ന് പോകും. പോലീസാണ് ഈ വഴിയിലുടനീളം ഗതാഗതം ക്രമീകരിച്ചിരിക്കുന്നത്. ഈ പ്രധാനപ്പെട്ട ഈ അവയവം കൊണ്ടുപോകുന്ന ലിസി ആശുപത്രിയിലെ ആംബുലൻസിന് ഒപ്പം തന്നെ മറ്റൊരു ആംബുലൻസും 2 പോലീസ് വാഹനങ്ങളും അകമ്പടിയായി പോകുന്നുണ്ട്. ഈ വഴിയിലൊക്കെ തന്നെ പൊതുജനങ്ങൾ ഇറങ്ങാതിരിക്കുന്നതിനും ഒപ്പം മറ്റു വാഹനങ്ങളൊക്കെ തന്നെ ഈ റോഡുകളിലേക്ക് പ്രവേശിക്കാതിരിക്കാനുമുള്ള മുന്നൊരുക്കങ്ങൾ എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട് എന്നതാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്ന കാര്യം. ഏകദേശം 5.5 കിലോമീറ്ററാണ് ഈ കിംസ് ആശുപത്രിയിൽ നിന്ന് ഈ ടെർമിനൽ 1ലേക്കുള്ള ദൂരം. പരമാവധി 6 മിനിറ്റ് കൊണ്ട് തന്നെ ഈ ആംബുലൻസ് ഈ ഹെലികോപ്റ്റർ കിടക്കുന്ന സ്ഥലത്ത് എത്താനുള്ള ക്രമീകരണമാണ് നിലവിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഹൃദയവുമായി ഈ മെഡിക്കൽ സംഘം ആംബുലൻസ് കിടക്കുന്ന ടെർമിനൽ 1ൽ എത്തിയാൽ അപ്പോൾ തന്നെ ഹെലികോപ്റ്റർ കൊച്ചിയിലേക്ക് പുറപ്പെടുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ ഹയാത്തിലാണ് ഈ എയർ ആംബുലൻസ് ലാൻഡ് ചെയ്യുക. അവിടെ നിന്ന് റോഡ് മാർഗമായിരിക്കും ലിസി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. റോഡ് മാർഗം അവിടെ നിന്ന് കൊണ്ടുപോകുമ്പോഴും സ്വീകരിക്കേണ്ട മുന്നൊരുക്കങ്ങൾ, ഒപ്പം ഗതാഗത ക്രമീകരണങ്ങൾ എല്ലാം തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. അതിനുള്ള എല്ലാ നടപടികളും പൂർത്തിയായിട്ടുണ്ട്. ഇനി ഈ ഹൃദയം ഈ കിംസ് ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് ഈ ആംബുലൻസിലേക്ക് കൊണ്ടുപോകുന്ന ആ ഒരു നടപടിക്രമങ്ങൾ മാത്രമേ ഉള്ളൂ. അല്പസമയത്തിനകം തന്നെ നമുക്കിവിടെ നിന്ന് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാകുന്നത് വളരെ ചുരുങ്ങിയ നിമിഷം കൊണ്ട് തന്നെ ഈ ആംബുലൻസ് ഇവിടെ നിന്ന് പുറപ്പെടുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പ്രത്യേക മെഡിക്കൽ സംഘമാണ് ഈ ശസ്ത്രക്രിയ നടത്തിയത്. അതിനുണ്ടായിരുന്ന മെഡിക്കൽ സംഘങ്ങളും ഈ എയർ ആംബുലൻസിനൊപ്പം അനുഗമിക്കും. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഉണ്ട്. ആ ഡോക്ടർ സംഘം ഈ ആംബുലൻസിനൊപ്പം ഈ വിമാനത്താവളത്തിലേക്ക് പോയി എയർ ആംബുലൻസിനൊപ്പം കൊച്ചിയിലേക്ക് യാത്ര തിരിക്കും
എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഇന്നലെയാണ് ഈ ഐസക് ജോർജിന്റെ മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുന്നത്. 2 ഘട്ടങ്ങളിലായി ഇന്നലെ രാവിലെയും വൈകിട്ടുമായി മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുന്നു. തുടർന്ന് ഈ ഐസക് ജോർജിന്റെ തന്നെ ആഗ്രഹപ്രകാരം അവയവദാനം നടത്താൻ ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ ആ കുടുംബവുമായി ആശുപത്രി അധികൃതർ ആശയവിനിമയം നടത്തി. അതേ ബ്ലഡ് ഗ്രൂപ്പിലുള്ള അതുമായി മാച്ച് ചെയ്യുന്ന ഒരു ആളെ കണ്ടെത്തുകയും അങ്ങനെയാണ് ലിസി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന 28-കാരനിലേക്ക് ഐസക് ജോർജിന്റെ ഹൃദയം എത്തുന്നത്. അതിനി ആ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇവിടെ നിന്ന് അത് കൊണ്ടുപോകാനുള്ള നടപടികൾ മാത്രമാണ് ഇവിടെയുള്ളത്. ഹൃദയം അവയവമായിരിക്കും ആദ്യം ഇവിടെ നിന്ന് കൊണ്ടുപോവുക. മറ്റ് അവയവങ്ങൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കും കണ്ണാശുപത്രിയിലേക്കും കൊണ്ടുപോകാനുള്ള അവയവങ്ങൾ ഇതിന് പിന്നാലെ തന്നെ ഇവിടെ നിന്ന് മാറ്റും എന്നതാണ് നമുക്ക് ഐസക് ജോർജിന്റെ ഹൃദയവും വഹിച്ചുള്ള ആംബുലൻസ് അല്പസമയത്തിനകം തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ നിന്ന് പുറപ്പെടും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.